ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ മലയാള സമാജം 2009 വർഷം മലയാള ഗാനങ്ങൾ അടങ്ങുന്ന ഒരു ക്രിസ്തീയ ആൽബം പുറത്തിറക്കുകയുണ്ടായി. ആ ആൽബത്തിന് നൽകിയ പേര് ഇതാണ്: തുടരുകയാണീ ആരാധന, തുടരുകയാണീ ആരാധന. ദക്ഷിണേന്ത്യ മഹായിടവകയിലെ വൈദികനായ റവറൻഡ് SP പ്രശാന്ത് അച്ഛന്റെ അർത്ഥവത്തായ ഒരു ഗാനത്തിൽ നിന്നും പ്രചോദനം ലഭിച്ച് നൽകിയ ടൈറ്റിലാണ് തുടരുകയാണീ ആരാധന എന്നത്. അച്ഛന്റെ അർത്ഥവത്തായ ഗാനം ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്: അരുണോദയവും ഒരു ആരാധന, കളകളനാദവും ആരാധന, വിടരുന്ന കുസുമത്തിൽ മധുവിനായണയുന്ന സലഭത്തിൻ ചലനവും ആരാധന, തുടരുകയാണീ ആരാധന, നിത്യം തുടരുമൊരു ആരാധന. വളരെ അർത്ഥവത്തായ ആഴമേറിയ ദൈവശാസ്ത്ര ചിന്തകൾ അടങ്ങുന്ന ഒരു ഗാനം. സൂര്യൻ ഉദിച്ചു ഉയരുന്നതിലൂടെ തന്റെ സ്രഷ്ടാവായ ദൈവത്തെ ആരാധിക്കുകയാണ്. നദികൾ കളകളനാദം മുഴക്കി ഒഴുകുന്നതിലൂടെ തങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. വിടർന്നു നിൽക്കുന്ന പുഷ്പത്തിൽ തേൻ നുകരുവാനായിട്ട് കടന്നു വരുന്ന ചിത്രശലഭത്തിന്റെ ചലനം പോലും ഒരു ആരാധനയാണ്. സർവ ചരാചരങ്ങളും ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ ആരാധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, നിത്യവും തുടരുന്നതാണ് ആരാധന. ദക്ഷിണേന്ത്യ സഭ ഈ ഞായറാഴ്ചയിലെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആരാധനയിൽ ദൈവത്തിന്റെ വെളിപാട്, ആരാധനയിൽ ദൈവത്തിന്റെ വെളിപാട്. റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ വർഷിപ്പ്, റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ വർഷിപ്പ്. എങ്ങനെയാണ് ആരാധനയിൽ ദൈവം വെളിപ്പെടുന്നത്? എപ്രകാരമാണ് ആരാധനയിൽ ദൈവം വെളിപ്പെടുന്നത്? വെളിപാട് പുസ്തകം 4-ാം അധ്യായം ആരംഭവാക്യങ്ങളിൽ യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ ദൂതൻ യോഹന്നാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് യോഹന്നാൻ കാണുന്നത് സ്വർഗീയ സിംഹാസനമാണ്. ആ സിംഹാസനത്തിന് ചുറ്റും 4 ജീവികൾ നിൽക്കുന്നുണ്ട്. ഈ 4 ജീവികളും ദൈവത്തെ ആരാധിക്കുകയാണ്, പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ സ്തുതിവചനങ്ങൾ പ്രകാരമാണ്: ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമമില്ലാതെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. രാപ്പകൽ വിശ്രമമില്ലാതെ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഘോഷിക്കുന്ന സ്വർഗീയ സംഘം. ആരാധന എന്നത് മനുഷ്യൻ ആരംഭിക്കുന്നതല്ല. ഒരു ആരാധന തുടങ്ങുമ്പോൾ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്, ആരാധന നാം ആരംഭിക്കുകയല്ല ചെയ്യുന്നത്. യോഹന്നാൻ കണ്ട ഈ ദർശനം നമുക്ക് നൽകുന്ന ഒരു വലിയ ആത്മീക ചിന്ത ഇതാണ്: നാം ഭൂമിയിൽ ഒരു ആരാധന ആരംഭിക്കുമ്പോൾ സ്വർഗത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനയുടെ പങ്കാളികളായി നാം മാറുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ആരാധന ആരംഭിക്കുന്നവർ നാമല്ല, നാം ഓരോരുത്തരും ആരാധനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ ക്രമത്തിൽ കോൾ ടു വർഷിപ്പ്, ആരാധനയിലേക്കുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിപുരുഷനായി പുരോഹിതൻ നിന്നുകൊണ്ട് ജനത്തെ ആരാധനയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ ദൈവം നമ്മെ ആരാധനയിലേക്ക് ക്ഷണിക്കുകയാണ്. ആരാധന മനുഷ്യൻ ദൈവത്തെ ക്ഷണിക്കുന്ന ഇടമല്ല, പകരം ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നതാണ് ആരാധന എന്നത്. സ്വർഗീയമായ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ദക്ഷിണേന്ത്യ സഭ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ദൈവം ആരാധനയിലൂടെ വെളിപ്പെടുന്നു എന്നത് പാഠമായി നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന 1-ാമത്തെ ചിന്ത ആരാധനയിൽ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു എന്നാണ്. ആരാധനയിൽ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. വർഷിപ്പ് റിവീൽസ് ഗോഡ്സ് പ്രസൻസ്. വർഷിപ്പ് റിവീൽസ് ഗോഡ്സ് പ്രസൻസ്. ശലോമോൻ യെരുശലേമിൽ മനോഹരമായ ഒരു ദേവാലയം പണിതു.
ദൈവത്തിന്റെ ആഗ്രഹമാണ് തനിക്ക് മനുഷ്യരുടെ ഇടയിൽ വസിപ്പാനായിട്ട് ഒരു ആലയം വേണം എന്നത്. ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദിനോട് ദൈവം ആലോചന നൽകുന്നുണ്ട്. ദാവീദേ, നിന്റെ മകനിലൂടെ, നിന്റെ തുടർ അവകാശിയിലൂടെ എനിക്ക് ഒരു ദേവാലയം ഈ ദേശത്ത് പണിയപ്പെടണം. അപ്രകാരം തന്റെ പിതാവിലൂടെ ദൈവം നൽകിയ ആലോചനയുടെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചിരിക്കുന്നത് രേഖപ്പെടുത്തുന്ന ഭാഗമാണ് 1 രാജാക്കന്മാർ 8-ാം അധ്യായം. ശലോമോൻ നിർമ്മിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം നടക്കുകയാണ്. ശലോമോന് ഒരു വലിയ സംശയമുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ നിർമ്മിക്കുന്ന ഈ ദേവാലയത്തിൽ, ഈ കെട്ടിടത്തിൽ ദൈവം വസിക്കുന്നത്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ വസിപ്പാനായിട്ട് കഴിയുമോ? ഇത്രത്തോളം വിശാലനായ, സർവവ്യാപിയായ, സർവശക്തനായ ദൈവം എങ്ങനെയാണ് ഈ ഒരു ദേവാലയത്തിനുള്ളിൽ ഒതുങ്ങുന്നത്? ഒത്തിരി സംശയങ്ങൾ ശലോമോനുണ്ട്. എന്നാൽ ആ സംശയങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത് ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്ന നിമിഷങ്ങളിലാണ്. അത് വളരെ മനോഹരമായി ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ രേഖപ്പെടുന്നുണ്ട്. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13 മുതൽ ആരംഭിക്കുന്ന വാക്യങ്ങളിൽ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ആ മേഘത്തിന്റെ മധ്യേ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അവസാനിക്കുന്ന ഭാഗം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നും തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. ആകാശത്തു നിന്നും തീ ഇറങ്ങുകയും യഹോവയുടെ തേജസ് ആലയത്തെ നിറയ്ക്കുകയും ചെയ്യുകയാണ്. പ്രിയ ദൈവജനമേ, ആരാധന ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഇടമാണ്. നാം പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ആരാധനകളിലും ദൈവീക സാന്നിധ്യം രുചിച്ചറിയുവാൻ, അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയണം. മനുഷ്യന്റെ അരികിലേക്ക് ദൈവം പൂർണ്ണ സ്വരൂപനായി ഇറങ്ങി വരുന്ന നിമിഷമാണ് ആരാധന. തന്നെ മനുഷ്യന് തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഇടമാണ് ആരാധന. ആരാധനയിലൂടെ ദൈവം തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു എന്നതാണ്. ആരാധന മധ്യേ ഈ ദൈവീക സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? വേദനകളോടെ, നിരാശകളോടെ, കണ്ണുനീരോടെ, പലവിധമായ ആവശ്യഭാരങ്ങളോടെ നാം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അരികിലുള്ള ദൈവീക സാന്നിധ്യം രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? എമ്മോസിലേക്ക് യാത്ര ചെയ്യുന്ന 2 പേർ, അവരോട് ചേർന്ന് കർത്താവ് നടക്കുന്നുണ്ട്. കർത്താവ് അവരോട് തർക്കിക്കുന്നുണ്ട്, പരസ്പരം സംഭാഷിക്കുന്നുണ്ട്. എന്നാൽ കൂടെ നടക്കുന്നത് കർത്താവാണ് എന്ന് ഈ 2 പേരും മനസ്സിലാക്കിയില്ല. തങ്ങളുടെ ഭവനത്തിലേക്ക് ആ വഴിയാത്രക്കാരനെ ക്ഷണിക്കുകയും പ്രാർത്ഥനയോടെ അപ്പം നുറുക്കുകയും ചെയ്യുന്ന വേളയിൽ, ഒരു ആരാധനയിലേക്ക് ആ കുടുംബം പ്രവേശിക്കുന്ന വേളയിൽ കർത്താവ് തന്നെ അവർക്ക് വെളിപ്പെടുത്തിയെന്നാണ്. കർത്താവിനെ കർത്താവായിട്ട് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. സുവിശേഷവുമായിട്ട് മടങ്ങി യെരുശലേമിലേക്ക് പോകുവാൻ അത് പ്രേരണയായിട്ട് മാറി. ആരാധന ദൈവീക സാന്നിധ്യം വെളിപ്പെടുന്ന ഇടമാണ്. RS വിജയരാജ് എന്ന അനുഗ്രഹീത പാട്ടുകാരൻ, അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ഗാനമുണ്ട്. KS ചിത്ര ആലപിച്ച ഒരു മനോഹരമായ ഗാനം, ആരാധനയെ കുറിച്ചുള്ള ഒരു ഗാനമാണ്. ആ ഗാനം എങ്ങനെയാണ്? ആരാധ്യൻ യേശു വരാം, വണങ്ങുന്നു ഞാൻ പരനെ, തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ, നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ, നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധനാ മധ്യേ ആരാധനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പാട്ടുകാരൻ തന്റെ ജീവിത അനുഭവത്തിലൂടെ പറയുകയാണ്, ആ ആരാധനാ മധ്യേ കർത്താവിന്റെ കരങ്ങൾ എന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നത് ഞാൻ അറിയുന്നു എന്നാണ്. പ്രിയ ദൈവജനമേ, ഈ ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി ആരാധനയിൽ വെളിപ്പെടുന്നുണ്ട്. ആരാധനായ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഈ ആരാധന തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥമായ ആരാധന സംഭവിക്കുന്നത്. നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത് എങ്കിൽ, സ്തുതികൾക്ക് യോഗ്യനാണ് എന്റെ കർത്താവ് എന്ന ബോധ്യത്തോടെയാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നതെങ്കിൽ
ആ ദൈവീക സാന്നിധ്യം വ്യക്തമായിട്ട് അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയും. ആ അനുഭവങ്ങളുടെ മധ്യയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിപ്പാനും നമ്മുടെ കുറവുകളെ ഉണരുവാനും അനുതാപത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനും കഴിയുന്നത്. ചുങ്കക്കാരനും പരീശനും രണ്ടുപേരും പ്രാർത്ഥിപ്പാനായിട്ട് ദേവാലയത്തിൽ കടന്നുപോയി. രണ്ടുപേരുടെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഉണ്ട്. എന്നാൽ ഒരുവൻ മാത്രമാണ് തന്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞത്. കാരണം അവൻ മാത്രമാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിഞ്ഞത്. മറ്റൊരുവൻ തന്റെ സാന്നിധ്യം മാത്രമേ അറിഞ്ഞുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ തന്റെ മഹിമയും തന്നോടൊപ്പം ആരാധിക്കുന്നവന്റെ കുറവും മാത്രമേ കണ്ടുള്ളൂ. തന്റെ കുറവുകളെ കാണുവാനായിട്ട് അവന് കഴിയാതെ പോയി. ഇന്നലകളിൽ ജനത്തിന്റെ കുറ്റം മാത്രം കണ്ടിരുന്ന യെശയ്യാവ് ആരാധനാ മധ്യേ ദൈവീക സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ യെശയ്യാവ് നിലവിളിക്കുകയാണ്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നുവെന്നാണ്. ഇന്നലെ വരെ മറ്റുള്ളവരുടെ അശുദ്ധി മാത്രം കണ്ടിരുന്ന യെശയ്യാവ് ദൈവീക സാന്നിധ്യം അനുഭവിക്കുന്നിടത്താണ് തന്റെ ജീവിതത്തിലെ അശുദ്ധിയെ തിരിച്ചറിയുകയും ദൈവകരങ്ങളിൽ തന്നെ സമർപ്പിക്കുവാനും കഴിയുന്നത്. യഥാർത്ഥമായ അനുതാപം ആരാധനയിൽ സാധ്യമാകുന്നത് ഈ ദൈവീക സാന്നിധ്യം അനുഭവിച്ച് അറിയുമ്പോഴാണ്. നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നത്, മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ ദൈവീക സാന്നിധ്യം അനുഭവിച്ച് അറിയുന്ന ഇടത്താണ്. പുഴയോരത്ത് തങ്ങളുടെ ഉപജീവന മാർഗമധ്യമായിരിക്കുമ്പോഴാണ് പൗലോസ് കടന്നു വന്ന് വചനം സംസാരിക്കുന്നത്. എന്നാൽ വചനം ശ്രദ്ധയോടെ ലുധിയ കേൾക്കുമ്പോൾ ആ വചനം അവളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടേയിരുന്നു എന്നാണ്. ആ വചനം അവളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ആരാധന കഴിയുമ്പോൾ അവളും അവളുടെ കുടുംബവും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേരുന്ന വിധത്തിൽ അവൾക്കൊരു രൂപാന്തരം സംഭവിച്ചത്. ആ വചനം അവളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തത് ദൈവീക സാന്നിധ്യം അനുഭവിച്ച് അറിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. പ്രിയ ദൈവജനമേ, ആരാധനയിലൂടെ ദൈവം തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ദൈവീക സാന്നിധ്യം വ്യക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഇടമാണ് ആരാധന. നമ്മുടെ ആരാധനകളിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയുന്നുണ്ടോ? സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ ദൈവീക സാന്നിധ്യം വ്യക്തമായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. കാരണം ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഇടമാണ് ആരാധന എന്നത്. രണ്ടാമതായി മർക്കോസ് വിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹീത ചിന്ത ഇതാണ്: ആരാധനയിൽ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുന്നുവെന്നാണ്. ദൈവം തന്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു, ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുന്നു. വർഷിപ്പ് റിവീൽസ് ഗോഡ്സ് ഹാർട്ട്. ആരാധന ദൈവത്തിന്റെ ഹൃദയത്തെ, ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്നു എന്നാണ്. കർത്താവ് പതിവ് പോലെ പള്ളിയിൽ ആരാധിപ്പാനായിട്ട് കടന്നു പോവുകയാണ്. ദേവാലയത്തിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് ആ ശബത്തിൽ ആ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുകയാണ്. ആ ഭാഗം ഒരു മനുഷ്യന്റെ സൗഖ്യത്തിലൂടെ അവസാനിക്കുന്നതല്ല, ആരാധന എന്താണ് എന്നുള്ള യഥാർത്ഥമായ ഒരു വിശദീകരണം കർത്താവ് നൽകുകയാണ്. അന്ന് വരെ പരീശന്മാരും ശാസ്ത്രിമാരും ചിന്തിച്ചിരുന്ന ആരാധന രീതികളെയും ശബത്ത് ആചരണത്തെയും കർത്താവ് പൊളിച്ചെഴുതുന്ന ഭാഗമാണ് മർക്കോസ് വിശേഷം 3-ാം അധ്യായം. ആ ഭാഗത്ത് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മർക്കോസ് 3-ാം അധ്യായം 4-ാമത്തെ വാക്യം: ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ, ഏത് വിഹിതം എന്ന് ചോദിച്ചു. ശബത്തിൽ നന്മ ചെയ്യുന്നതാണോ ജീവനെ രക്ഷിക്കുന്നതാണോ നല്ലത്? തിന്മ ചെയ്യുന്നതാണോ കൊല്ലുന്നതാണോ നല്ലത്? ശബത്ത് വിശുദ്ധമാണ് എന്നും അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് വേർതിരിക്കേണ്ടുന്ന ഒരു ദിവസമാണ് എന്നുമൊക്കെ പഴയ നിയമത്തിലൂടെ കർത്താവ് കൽപ്പന നൽകുമ്പോൾ അതിന്റെ യഥാർത്ഥമായ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയാതെ, ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയുവാൻ കഴിയാതെ തങ്ങളുടേതായ രീതിയിൽ ശബത്തിനൊരു വ്യാഖ്യാനം നൽകി ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും അകന്ന ഒരു അർത്ഥത്തിലേക്ക് ശബത്ത് മാറിപ്പോയി. കർത്താവ് എന്താണ് ശബത്ത് എന്നും എന്താണ് ആരാധന എന്നും എന്താണ് ദൈവത്തിന്റെ ഹിതമെന്നും ഈ വേദഭാഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ആ ജനതയെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പരീശന്മാരെ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നന്മ ചെയ്യുകയാണ് ആരാധന എന്നത്. ദൈവത്തിന്റെ സന്നിധിയിലാണ് പരീശന്മാർ നിൽക്കുന്നത്, സിനഗോഗിനുള്ളിലാണ്, ആരാധനയുടെ മധ്യയാണ്, ദൈവീക സാന്നിധ്യമുള്ള ഇടമാണ്. പക്ഷേ ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാനും അവർക്ക് കഴിയാതെ പോയി എന്നതാണ്.
ആരാധനാ മധ്യേ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിന്റെ നെഞ്ചിൽ ചാരിയിരുന്ന ശിഷ്യന്മാർക്ക് പോലും ആ നെഞ്ചിന്റെ ചൂട് തിരിച്ചറിയുവാൻ, ആ നെഞ്ചിന്റെ ചൂട് തിരിച്ചറിയുവാൻ, ആ ഹൃദയത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്ന് കേൾക്കുന്ന ദൈവജനമേ, ആരാധനകളിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ആരാധനകളും ദേവാലയങ്ങളും ഒക്കെ നമ്മുടെ ഹിതങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഇടങ്ങളായിട്ട് മാറുന്നുണ്ടോ? അതോ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? വേദനിക്കുന്നവന്റെ കണ്ണുനീർ ഒപ്പുവാൻ നമുക്ക് കഴിയുന്നിടത്ത് ആരാധന അർത്ഥവത്തായിട്ട് മാറുകയാണ്. SP പ്രശാന്ത് അച്ഛൻ എഴുതിയ ആ ഗാനത്തിന്റെ ഒരു ചരണം ഇപ്രകാരമാണ്: അന്ധന് മിഴിയായി, ചെകിടന് ചെവിയായി, അഗതിയെ കൈത്താങ്ങും കൂട്ടായ്മയായി, നാടിന് കാവലായി, സഹജന് തുണയായി, അന്യത അകറ്റുവതാരാധന. അന്ധന് മിഴിയായി മാറുന്നതാണ് ആരാധന. ചെകിടന്, കേൾക്കുവാൻ കഴിയാത്തവന് കേൾവിയായി മാറുന്നതാണ് ആരാധന. അവന് വേണ്ടി കേൾക്കുവാൻ, അവന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നതാണ് ആരാധന. അഗതിക്ക് കൈത്താങ്ങായി മാറുവാൻ കഴിയുന്നതാണ് ആരാധന. നാടിന് കാവലായി, കാവൽക്കാരനായിട്ട് മാറുവാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ ആരാധന. സഹോദരന് തുണയായി മാറുവാൻ കഴിയുന്നതാണ് ആരാധന. അന്യൻ എന്ന ചിന്തകൾ മാറ്റി സമത്വത്തിലേക്ക് കടന്നു വരുന്നതാണ് ആരാധന. നമ്മുടെ ആരാധനകൾക്ക് ഇതിന് കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥമായ ആരാധന അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിട്ടില്ല എന്നതാണ്. കർത്താവ് പറയുന്ന മനോഹരമായ ഒരു ഉപമയുണ്ട്, നല്ല സമരിയക്കാരന്റെ ഉപമ. യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യൻ. അവന്റെ അരികിലൂടെ ഒരു പുരോഹിതൻ കടന്നു പോകുന്നുണ്ട്, ഒരു ലേവ്യൻ കടന്നു പോകുന്നുണ്ട്, അവന്റെ അരികിലൂടെ ഒരു സമരിയക്കാരനും കടന്നു പോകുന്നുണ്ട്. ഈ 3 പേരിൽ സമരിയക്കാരൻ ഒഴികെ 2 പേരും, പുരോഹിതനും ലേവ്യനും, ആ സ്ഥാനപ്പേര് കൊണ്ട് അറിയപ്പെടുന്നത് ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്നതാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷരായി, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായി നിലകൊള്ളുന്നവരായിട്ടാണ് ആരാധനകളുടെ ഭാഗമായിട്ട് മാറുന്നവർ. അവരാരും ആരാധനയ്ക്ക് ഭംഗം വരുത്തിയതായി വേദഭാഗം പറയുന്നില്ല. ഒരുപക്ഷെ അർത്ഥപ്രാണനായി രക്തം ഒഴുകിക്കിടക്കുന്ന ഈ മനുഷ്യന്റെ അരികിൽ കടന്നുപോയി അവന്റെ മുറിവുകളെ കെട്ടി അവനെ സുരക്ഷ ചെയ്യുമ്പോൾ ഈ രക്തം തങ്ങളുടെ ശരീരത്തിലേക്കും വരുവാൻ സാധ്യതയുണ്ട്. രക്തം തങ്ങളുടെ ശരീരത്തിൽ പുരണ്ടാൽ 7 ദിവസം പാളയത്തിന് പുറത്ത് ശുദ്ധീകരണം അനുഭവിക്കേണ്ടതുണ്ട്, അശുദ്ധി മാറേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ മനുഷ്യനെ കരുതിയാൽ വരും ദിവസങ്ങളിലെ ആരാധനകളുടെ ഭാഗമായിട്ട് മാറുവാനായിട്ട് അവർ കഴിയാതെ പോകും. ഒരുപക്ഷെ അവർക്ക് ചിന്തിച്ചിട്ടായിരിക്കാം ഈ മനുഷ്യന് വേണ്ടി സഹായത്തിന്റെ ഹസ്തം അവർക്ക് നീട്ടുവാൻ കഴിയാതെ പോയത്. വീണ് കിടക്കുന്ന മനുഷ്യനെ കരുതുന്നതിനേക്കാൾ അധികം ആരാധനയ്ക്ക് അവർ പ്രാധാന്യം നൽകി എന്നാണ്. എന്നാൽ അവന്റെ അരികിലേക്ക് കടന്നുപോയി അവന്റെ മുറിവുകളെ കെട്ടി അവന് ആവശ്യമായ ഭക്ഷണം നൽകി അവനെ വഴിയമ്പലത്തിലാക്കുന്ന നല്ല സമരിക്കാരനിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുമെന്ന് കർത്താവ് പറയുന്നിടത്ത് എന്താണ് ദൈവത്തിന്റെ ഹിതമെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നമ്മുടെ ആരാധനകൾ വേദനിക്കുന്നവന്റെ വേദന ഒപ്പുന്ന ഇടങ്ങളായിട്ട് മാറണം, അഗതികൾക്ക് തണലായിട്ട് മാറണം. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നിടത്താണ് ആരാധന അർത്ഥവത്തായിട്ട് മാറുന്നത്. ആരാധനയിലൂടെ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുന്നു എന്നതാണ്. 3-ാമതായി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന 3-ാമത്തെ ചിന്ത, ആരാധനയിൽ ദൈവം തന്റെ സുവിശേഷം, തന്റെ സന്ദേശം വെളിപ്പെടുത്തുന്നു എന്നാണ്. ആരാധനയിൽ ദൈവം തന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നു എന്നതാണ്. വർഷിപ്പ് റിവീൽസ് ഗോഡ്സ് ഗോസ്പൽ. വർഷിപ്പ് റിവീൽസ് ഗോഡ്സ് ഗോസ്പൽ. ദൈവത്തിന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്ന ഇടമാണ് ആരാധന. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം സ്വർഗത്തിലെ ആരാധനയുടെ ഒരു അന്തരീക്ഷം വീണ്ടും യോഹന്നാൻ കാണുകയാണ്. മുദ്രയിടപ്പെട്ട 1,44,000 പേരെ യോഹന്നാൻ ആ ആരാധന ഇടത്ത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ മുദ്രയിടപ്പെടുന്ന ഭാഗം നാം അവിടെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ഗോത്രത്തിലെ ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12,000 പേർ വീതം 1,44,000 പേർ മുദ്രയിടപ്പെട്ട് നിത്യതയുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 1,44,000 പേരുടെ സാന്നിധ്യത്തിൽ ദൂത സംഘങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഒരു പുതിയ പാട്ട് അവർ പാടുകയാണ്. ഈ 1,44,000 പേരും ഈ ആരാധനയിൽ ഈ പുതിയ ഗാനം അവരും ചേർന്ന് പാടുന്നുണ്ട്.
മറ്റാർക്കും പാടുവാൻ കഴിയാത്ത അനുഗ്രഹീതമായ ഈ ഗീതം അവർക്കിത് പാടുവാൻ കഴിയുന്നത് അവർ വിശുദ്ധരായിരുന്നു, കളങ്കമറ്റവരായിരുന്നു എന്നതുകൊണ്ടാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ കുറവുകളെ, തങ്ങളുടെ പാപങ്ങളെ കഴുകി വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ടാണ് അവർക്ക് ഈ ആരാധനയുടെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയുന്നത്. ഈ ആരാധന മധ്യേ യോഹന്നാൻ ആകാശത്ത് മറ്റൊരു ദൂതനെ കാണുന്നുണ്ട്. ആകാശത്തു കൂടി പറക്കുന്ന മറ്റൊരു ദൂതൻ. ആ ദൂതന്റെ കരങ്ങളിൽ സർവ്വലോകത്തിനുമുള്ള ഒരു സുവിശേഷമുണ്ട്. സകല ജാതികൾക്കും സകല ലോകത്തിനുമുള്ളതായ ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷം ഇപ്രകാരമാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ ന്യായവിധിയുടെ നാഴിക അടുത്തിരിക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തെ നമസ്കരിക്കുക. സർവ ലോകത്തോടും സർവ ജനതയോടും ആ ദൂതൻ പ്രഖ്യാപിക്കുന്ന സുവിശേഷം ഇതാണ്: ന്യായവിധിയുടെ നാൾ അടുത്തിരിക്കുകയാണ്. ന്യായവിധിയുടെ നാൾ അടുത്തിരിക്കുകയാണ്. മനുഷ്യനായി ഈ ഭൂമിയിൽ അവതാരം ചെയ്യുന്ന കർത്താവ് ഈ ലോകത്തിന് സുവിശേഷം നൽകുമ്പോൾ കർത്താവ് നൽകുന്ന സുവിശേഷം ഇതാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്, മാനസാന്തരപ്പെടുക. വെളിപാട് പുസ്തകത്തിൽ ഇതാ ലോകത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ചിത്രീകരിക്കുന്ന ഭാഗത്ത് വീണ്ടും ദൂതൻ ആ സുവിശേഷം പുതുക്കി ലോകത്തിന് നൽകുകയാണ്. ന്യായവിധിയുടെ നാഴിക അടുത്തിരിക്കുകയാണ്. ദൈവജനമേ, ഓരോ ആരാധനകളും കർത്താവിന്റെ വരവിന്റെ ഓർമ്മപ്പെടുത്തലാണ്, ദൈവീക സുവിശേഷത്തിന്റെ പുതുക്കലാണ്. ഓരോ ആരാധനകളിലും ദൈവം തന്റെ സുവിശേഷത്തെ പുതുക്കി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആരാധനകളിലും കർത്താവ് നമ്മോട് പറയുകയാണ്: എന്റെ വരവ് അടുത്തിരിക്കുകയാണ്, ന്യായവിധി നാൾ അടുത്തിരിക്കുകയാണ്. നിന്റെ ജീവിതത്തെ പരിശോധിക്കുക, നിന്റെ വഴികളെ പരിശോധിക്കുക, നിന്റെ നടപ്പ് പരിശോധിക്കുക. തെറ്റായ വഴികളിലൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ വേഗം മടങ്ങി വാ, വേഗം മടങ്ങി വാ. കാരണം കൃപായുഗം അവസാനിക്കുകയാണ്, ന്യായവിധിയുടെ നാഴിക അടുത്തിരിക്കുകയാണ്. യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ഈ ദൈവീക സന്ദേശം നമുക്ക് തിരിച്ചറിയുവാനും ആ സന്ദേശത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും കഴിയുന്നത്. ഈ സന്ദേശം അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നിടത്താണ് ഒരു ആരാധന അർത്ഥവത്തായിട്ട് മാറുന്നത്. പ്രിയ ദൈവജനമേ, നാം ആരെയാണ് ആരാധിക്കുന്നത്? ആരാധനയിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ, അവന്റെ ഹൃദയം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ദൈവീക സുവിശേഷത്തെ ഉൾക്കൊള്ളുവാനും അംഗീകരിപ്പാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ന്യായവിധിയുടെ നാളുകൾ അടുത്തിരിക്കുന്നുവെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു ന്യായവിധി ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? ഇന്നൊരു പക്ഷേ ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ ആരാധിക്കുന്നവരായിട്ട് നാം മാറുകയാണ്. ചിലയിടങ്ങളിൽ അധികാരങ്ങളിലുള്ള ചിലരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ആരാധ്യൻ, ആരാധ്യ എന്നാണ്. അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെയും ആരാധ്യനായിട്ട് നമുക്ക് അഭിസംബോധന ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ആരാധ്യൻ ദൈവം മാത്രമാണ്. എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്നിടത്ത് മനുഷ്യനെയും അധികാരങ്ങളെയും സ്ഥാനത്തെയും പണത്തെയും ആരാധിക്കുന്നവരായിട്ട് ഇന്ന് മനുഷ്യൻ മാറിയിരിക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. ദൈവം ഓരോ ആരാധനകളിലൂടെയും നമ്മോട് വെളിപ്പെടുത്തുന്നത് ഒരു ന്യായവിധി നാളുണ്ട് എന്നതാണ്. ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുക എന്ന ഒരു വലിയ സന്ദേശമാണ് ഓരോ ആരാധനകളും നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ ഈ വെളിപ്പെടുത്തലിന് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയുമ്പോഴാണ് ഓരോ ആരാധനകളും അനുഗ്രഹപ്രദമായിട്ട് മാറുന്നത്. നാം യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിച്ചാലും ഇല്ലെങ്കിലും സ്വർഗീയമായ ആരാധന ഒരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാധനയിലൂടെ നാം ആ സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ അവിടെ ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിയുമ്പോൾ, ദാരിയോസ് രാജാവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിയുമ്പോൾ, ദാനിയേൽ ദിവസവും ചെയ്യുന്നത് പോലെ യെരുശലേമിന് നേരെ തന്റെ കിളിവാതിൽ തുറന്ന് ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ്. യെരുശലേമിന് നേരെ തന്റെ കിളിവാതിൽ തുറന്നു. എന്തുകൊണ്ടായിരിക്കാം ദാനിയേൽ യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നത്? രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും സലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, ഇതാ ഈ യെരുശലേമിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആലയം പണിതിട്ടുണ്ട്, ഈ ആലയത്തിൽ നിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ യുദ്ധങ്ങൾക്കായി ഈ രാജ്യം വിട്ടുപോകേണ്ടി വരും, ഈ ദേശം വിട്ടുപോകേണ്ടി വരും. ആ സമയത്തും നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം.
നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഈ ദേവാലയം ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നീ മറുപടി നൽകണം. ചിലപ്പോൾ ഞങ്ങൾ പ്രവാസത്തിലായി പോകും, അടിമ വീട്ടിലായി പോകും. അടിമ ഭവനത്തിൽ ഞങ്ങളായിരിക്കുമ്പോഴും ആ ഇടത്ത് നിന്ന് ഈ ദേവാലയം ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടത്ത് ദേവാലയത്തിനുള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അതേ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ശലോമോന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന യഹൂദന്മാരുടെ ഒരു വിശ്വാസമായിരുന്നു. പ്രവാസ കാലഘട്ടങ്ങളിലും ജനം പ്രാർത്ഥിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിലേക്ക് മുഖം തിരിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് നാം ഈ ഭൂമിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം തിരിച്ചറിയുക, നാം പ്രവാസികളാണ്, നാം പരദേശികളാണ്. നമ്മുടെ സ്വന്തം നാടല്ല ഇത്. നാം ഈ ദേശത്തായിരുന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗീയമായ ആരാധനയുടെ ഭാഗമായിട്ട് ഞാൻ മാറുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത് ഇതൊരു താൽക്കാലികമായ ആരാധന ഇടം മാത്രമാണ്. നിത്യമായ ആരാധന ആലയത്തിലേക്ക് ഞാൻ കടന്നു പോകേണ്ടുന്ന ദിനം അടുത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, സ്വർഗീയമായ സാന്നിധ്യബോധത്തോടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ആരാധന തുടരുന്ന ആരാധനയാണ്, നിത്യവും തുടരുന്ന ആരാധനയാണ്. ഈ ആരാധനയിൽ ദൈവത്തിന്റെ വെളിപാടുകൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ഓരോ ആരാധനകളിലും ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി രുചിച്ചറിയുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓരോ ആരാധനകളിലും ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന്, ദൈവത്തിന്റെ മനസ്സെന്താണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓരോ ആരാധനകളിലും ദൈവീക സുവിശേഷത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ന്യായവിധിനാൾ അടുത്തിരിക്കുന്നുവെന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടരുകയാണീ ആരാധന, നിത്യം തുടരുമൊരാരാധന. അരുണോദയവും ഒരാരാധന, കളകളനാദവും ആരാധന. അരുണോദയവും ഒരാരാധന, കളകളനാദവും ആരാധന. അന്ധനുമിഴിയായി ചെകിടനു ചെവിയായി അഗതിയെ കൈത്താങ്ങും കൂട്ടായ്മയായി. അന്ധനുമിഴിയായി ചെകിടനു ചെവിയായി അഗതിയെ കൈത്താങ്ങും കൂട്ടായ്മയായി. നാടിനു കാവലായി സഹജനു തുണയായി അന്യതയകറ്റുവതാരാധന. അന്യതയകറ്റുവതാരാധന. തുടരുകയാണീ ആരാധന, നിത്യം തുടരുമൊരാരാധന. തുടരുകയാണീ ആരാധന, നിത്യം തുടരുമൊരാരാധന. അരുണോ